പ്രിയ ഈ ലോകത്തുള്ള വനിതകളെ, പിന്നെ ഒപ്പം ഈ ലോകത്തുള്ള ജെൻസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന പുരുഷന്മാരെ, ഒരു പുതിയ ചോദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. കാരണം പുതിയ ചോദ്യം എന്ന് പറയുമ്പോൾ അത് ചോദ്യം ഞാൻ ചോദിച്ചതല്ല. എൻ്റെ അടുത്ത് ഒരു യാത്രയിൽ പരിചയപ്പെട്ട ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം എനിക്ക് പ്രസക്തമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ചർച്ചയാണ് ഞാൻ നിങ്ങളടുത്ത് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തുണ്ടെങ്കിലും എൻ്റെ ബ്ലോഗിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഒന്ന്. രണ്ടാമത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിൽ ഞാനുമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ, ചാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ലൈവിൽ ഞാനുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ചെയ്യാം. ലൈവിൽ എങ്ങനെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ചെയ്യണമെങ്കിൽ, ചർച്ച എന്ന് പറയുന്നത് ഞാനല്ല നയിക്കുന്നത്, നിങ്ങൾ നയിക്കും, ഞാനും ഇതിലൊരു പാർട്ടാവും എന്നുള്ളതും ഞാൻ പറയണം. കാരണം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് അങ്ങനെ ഉള്ളതായതുകൊണ്ട്. ഇനി ഞാൻ സബ്ജക്റ്റ് പറയട്ടെ. എൻ്റെ യാത്രയിൽ ഒരു ആൾ ചോദിച്ചതാണ്. ഞാൻ അതിൽ ആരെന്ന് പറയണില്ല, ഒരു പേഴ്സൺ. അത് സ്ത്രീയെന്നും പറയണില്ല, പുരുഷനെന്നും പറയണില്ല, കുട്ടിയെന്നും പറയണില്ല, എങ്ങെന്നും പറയണില്ല, അമ്മമ്മയെന്നും പറയണില്ല, അപ്പൂപ്പനെന്നും പറയണില്ല. ഒരു ആൾ ചോദിച്ചതാണ്, എൻ്റെ അടുത്ത് ചോദിച്ചത്, കേരളത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. എനിക്കാണെങ്കിൽ ചിരി വന്നുപോയി. ചോദിച്ച ആളുടെ സ്റ്റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. പക്ഷേ അവരോട് ഞാൻ സംസാരിച്ചിരുന്നപ്പോൾ അവരുടെ ചോദ്യം വളരെ പ്രസക്തമായിട്ട് തോന്നി. കാരണം കേരളത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യമുണ്ടോ, അതാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. പക്ഷെ എനിക്ക് അപ്പോഴൊരു നീരസം തോന്നിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണില്ല. കാരണം അതിനകത്തൊരു ചെറിയ കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ കുറച്ചുകൂടെ ഉയർന്ന നിലയിൽ ജീവിക്കുന്നു എന്ന് സ്ത്രീകൾക്ക് തന്നെ ഒരു തോന്നലുള്ളത് പോലെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും ഒരു ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോഴും ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ. രാത്രി 12 മണിക്ക് ഇതാണല്ലോ യാമം തീരുകയും അടുത്ത യാമം തുടരുകയും ചെയ്യുന്ന ഒരു ടൈം. ഈ സമയത്ത് ഒരു 15 to 17 വയസ്സ്, അല്ലെങ്കിൽ 17 to 25 വയസ്സ്, അല്ലെങ്കിൽ 25 to 45 വയസ്സ്, 45 to 55 വയസ്സ്, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്ത് തിരിച്ചു വരാനോ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉടനീളം രാത്രി ഒരു 1 മണിക്കൊക്കെ 2 ചെത്ത് പെമ്പിള്ളേർ 17 വയസ്സ് വെച്ചോ, അതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഒരു 18, 19, 20 വയസ്സ് വെച്ചോളൂ, അവരൊരു ബൈക്ക് എടുത്തിട്ട്, ബൈക്ക് സ്കൂട്ടറല്ല, ബൈക്ക് എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഗിയറുള്ള വണ്ടി, അത് ഏറ്റവും നല്ല രീതി പറയണമെന്ന് പറഞ്ഞാൽ ഗിയറുള്ള വണ്ടി എടുത്തിട്ട് അവരിങ്ങനെ കേരളം മൊത്തം യാത്ര ചെയ്യണം. ഈ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുമോ? അതിൻ്റെ ഉത്തരം പ്രേക്ഷകരായ നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല. സാധിക്കുമോ? കാരണം എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പറ്റില്ല. കാരണം പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിലയിൽ നമ്മൾ എത്തിയിട്ടില്ല. അങ്ങനെ നിലയിലെത്തുമ്പോൾ മാത്രമേ ഞാൻ കേരളത്തെ അംഗീകരിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, എത്ര വിദ്യാഭ്യാസം നേടിയാലും, എത്ര ഉന്നതങ്ങളിലെത്തിയെന്ന് പറഞ്ഞാൽ, എന്തൊക്കെയോ മലയാളിക്ക് ഒരു പൊതുധാരണ, മലയാളി എന്ന് പറഞ്ഞാൽ ഞാനടക്കം പൊതുധാരണ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതോ ടോപ്പിൽ ജീവിക്കണമെന്നാണ്. നമ്മളെന്തോ ഇന്ത്യയിലെ വേറൊരു ടോപ്പിൽ ജീവിക്കുന്ന ഒരു ടീം എന്നാണ് നമ്മളൊരു ധാരണ, ഒരു വൈപ്പ്. അപ്പോൾ അതിനെ ഞാൻ 10-25 വർഷം മുമ്പ് മുതലേ എതിരാണ്, ഇപ്പോഴും എതിരാണ്. കാരണം ഞാൻ എൻ്റെ ചോദ്യം ഞാൻ പല പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പോൾ എനിക്ക് ഈ രാത്രി 12 മണിക്ക് 1 മണിക്ക് എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ സഹോദരി, എൻ്റെ മകൾ, ഞാൻ അങ്ങനെ പറയുള്ളൂ, എൻ്റെ മകൾ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ മകൾ, അല്ലെങ്കിൽ ആരോട്ടെ എക്സെട്ര വയ്യ, ഇല്ലെങ്കിൽ വിദേശത്തു നിന്ന് വന്ന ഒരു വനിത, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന വനിതകൾ, അതൊക്കെ യങ്ങേഴ്സിനെ തന്നെയാണ് ഞാൻ കൂടുതൽ പറയുള്ളൂ.
അവർക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം. ആ പ്രൊട്ടക്ഷൻ ഒരുക്കേണ്ടത് ഇവിടുത്തെ ബാക്കിയുള്ളവരുടെ ചുമതലയാണ്. ഞാനത് പുരുഷന്റെ പുറത്ത് വയ്ക്കിട്ടില്ല. കാരണം സ്ത്രീകൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യമായിട്ട് 50 പുരുഷന്മാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എതിർക്കുന്ന സ്ത്രീകളെയാണ് ഞാൻ അധികവും കണ്ടിട്ടുള്ളത്. അത് മറ്റ് പലതിൻ്റെയും പേരിലായിരിക്കാം. ഇപ്പൊ സ്ത്രീകൾക്ക് തന്നെ എതിരെ സ്ത്രീകൾ നിൽക്കുമ്പോൾ പുരുഷന്മാർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണുന്നില്ല. പുരുഷന്മാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റാറില്ല. പിന്നെ അതുപോലെ തന്നെ കുറെ പുരുഷന്മാർ അങ്ങേയറ്റം വിദ്യാഭ്യാസവും എല്ലാം നേടിയിട്ടും പൊതുവെ ഒരു അടിമത്വ മനോഭാവം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്തോ പുരുഷന്റെ മേധാവിത്വത്തിൽ ജീവിക്കേണ്ടതാണെന്ന്. ഞാൻ പറയുന്നത് ഇത് രണ്ടുമല്ല. രണ്ടും ഈക്വലേഷൻ ചെയ്ത ഒരു പ്രകൃതി സൃഷ്ടിയാണ്. ഇതില് ഒരുപാട് വർക്ക് ചെയ്യുകയും ഒരുപാട് റിസ്ക് എടുക്കുകയും ചെയ്യണവർക്ക് എപ്പോഴും ഒരു ഡിമാൻഡ് ഉണ്ടാവും. അത് പുരുഷനായാലും സ്ത്രീ ആയാലും. അപ്പൊ സ്ത്രീകളെ എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഡിമാൻഡ് ചെയ്തിട്ട് മുന്നോട്ട് വരുമോ അത്രയും സ്ത്രീകൾ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് ഗ്രോത്ത് വരും. പുരുഷന്മാർ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് മുന്നോട്ട് പോവുകയും പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതുകൊണ്ടാണ് ആ ഒരു ഡിമാൻഡ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ രണ്ട് ഡിമാൻഡും തെറ്റാണ്. രണ്ടുപേരുടേതായ ലോകത്ത് ഫുൾ ഡിമാൻഡ് ഉള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവരവരുടേതായ ലോകത്ത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒരാൾ തളച്ചിടുന്ന ആളാവരുത് മറ്റേ തളച്ചിടുന്ന ആളാവരുത് ഇപ്പുറത്തുള്ള ആള്. അവർ തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ട്. പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്യും. അത് അവർ തമ്മിൽ ഉള്ള ഒരു മാനസിക പൊരുത്തമാണ്. അവർ തമ്മിൽ മാത്രമുള്ള ഒരു മാനസിക പൊരുത്തം പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു മാഗ്നറ്റ് പവറാണ്. അത് പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. നമ്മൾ പറയില്ല, ഇപ്പോൾ എവിടെ ഇരുന്ന് നിങ്ങൾ അമേരിക്കയിൽ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ലൈവായിട്ട് സംസാരിക്കുന്നു, അത് ഒരു സിഗ്നലാണ്. അതുപോലൊരു മാഗ്നറ്റ് പവറാണ്. എല്ലാം തമ്മിലൊരു മാഗ്നറ്റിക് പവറുണ്ട്. ആ പവർ മാത്രമാണ്, അതിനപ്പുറം അതിനകത്തൊന്നുമില്ല. ആ പവർ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പറയുന്ന ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതൊരിക്കലും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചുറ്റുപാടുകളിലോ സമൂഹം ഒരുക്കി വെച്ചിരിക്കുന്ന ചുറ്റുപാടുകളിലോ ഒന്നും ഉള്ളതല്ല. അതൊക്കെ സമൂഹം ഒരുക്കി വെച്ചിരിക്കുന്ന ചുറ്റുപാടിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത്, സമൂഹത്തെ പേടിച്ചിട്ട്. ഞാൻ പറയണ അങ്ങനെയല്ല. അങ്ങനെ പേടിച്ച് ചെയ്യുന്നുവെങ്കിൽ ഒരാള് അടിമയാവുന്നു, മറ്റേ ആള് കാരണവരാകുന്നു. അത് പുരുഷന്റെ പുറത്ത് സ്ത്രീ ആയാലും സ്ത്രീയുടെ പുറത്ത് പുരുഷനായാലും അങ്ങനെയാണ് സത്യം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എനിക്ക് അതുകൊണ്ട് ഏറ്റവും താല്പര്യമില്ല. പക്ഷേ ചോദിച്ച ചോദ്യം എന്നെ ചിന്തിപ്പിച്ചു. കാരണം അവരെൻ്റെ അടുത്ത് ചോദിച്ച ഇങ്ങനെയാണ്, അതായത് താങ്കളുടെ നാട്ടിൽ സ്ത്രീകൾക്ക് അതായത് ഓപ്പോസിറ്റ്, അതെങ്ങനെ പറയാൻ പറ്റും, ഓപ്പോസിറ്റുള്ള ഒരു ജനസിന് നമ്മുടെ ഓപ്പോസിറ്റ്, അതായത് ഞാൻ പുരുഷനാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അതാണല്ലോ ആകർഷണവും. ആകർഷണം തന്നെ എന്ത് പറയണത്, നിങ്ങൾ മൊബൈൽ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങളെ മൊബൈലിൽ എന്താണ് ആകർഷിക്കുന്നത്? സിഗ്നലുകളാണ്. ആ സിഗ്നലുകൾ അത് എപ്പോൾ ആകർഷിക്കപ്പെടാതെ നിൽക്കും, അപ്പോൾ മൊബൈൽ ഡെഡ് ആവും. ആ സിഗ്നലാണ് നിങ്ങൾ ആകർഷിക്കപ്പെടുകയും നിങ്ങൾ അതുവഴി നിങ്ങൾ പല പ്രോജക്റ്റും ചെയ്യണത്. ഈ സിഗ്നല് ഇവിടെ ഉണ്ടായിരുന്നതാണ്, കണ്ടെത്തി അത് എങ്ങനെ ക്രോഡീകരിച്ചപ്പോഴാണ് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് മാറിയത്. പിടികിട്ടുന്നുണ്ടോ? ഞാൻ വളരെ വളരെ സിമ്പിളായിട്ട് പറയണം, കാരണം പുതിയ തലമുറയ്ക്ക് ഏറ്റവും വേഗത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ്. സിഗ്നലുകൾ പ്രകൃതിയിലുള്ളതാണ്, ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളൊരു സാധനം കണ്ടുപിടിച്ചിട്ട് അത് വേഗത്തിലാക്കിയപ്പോഴത്തേക്ക് അത് നമുക്ക് ഒരു പ്രോഡക്റ്റ് വഴിയിട്ട് നമുക്കത് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാക്കിയപ്പോഴാണ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയും ഇപ്പോൾ ഇതായിരുന്നു ലോകം കാണുന്നത്. കൃത്യമല്ലേ? അപ്പം ഇതുപോലെയാണ് ഒരു സുഹൃത്തും തമ്മിലുള്ള മാഗ്നറ്റ് പവർ, ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള മാഗ്നറ്റ് പവർ. ഈ മാഗ്നറ്റ് പവറുകളെ എല്ലാം തന്നെ നമ്മൾ അനാവശ്യ നിയമങ്ങൾ വെച്ച് വട്ടമടിച്ചിട്ട് അതിനകത്ത് നിർത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ആ പ്രശ്നങ്ങളുടെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് പലതും. അപ്പോൾ
അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത് ഒരിക്കലും പോസിറ്റീവ് അല്ല. പകരം സിഗ്നലുകളോട് പിടിക്കുകയും അതുമായിട്ട് ചേർന്ന് പോവുകയും ചെയ്താൽ നന്നായിരിക്കും. എങ്കിലല്ലേ രണ്ട് സിഗ്നലുകളും തമ്മിൽ ചേർന്ന് പുതിയ നിങ്ങൾക്ക് ആശയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വളരെ ഇപ്പോഴുള്ളൊരു ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞാണ്. ഇത് ഞാൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സിഗ്നലാണല്ല, അത് പ്രകൃതിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഈ സിഗ്നലുകൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കി വെക്കുന്നത്? ഈ സിസ്റ്റമാണ് പ്രശ്നം. അതാണ് ആ വ്യക്തി എൻ്റെ അടുത്ത് യാത്രയിൽ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ വലിയ ആൾക്കാരാണെന്നാണല്ലോ പറയപ്പെടുന്നതെന്നാണ് ചോദിച്ചത് എൻ്റെ അടുത്ത്. അതെനിക്ക് രസവും എഫക്റ്റുമായിട്ട് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. നമ്മൾ ഇന്ത്യയിൽ വ്യത്യസ്തരായ ഒരു സ്റ്റേറ്റായിട്ട് കാണുന്നു എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവർ ചോദിച്ച ചോദ്യം പ്രസക്തിയാണ്, കൃത്യമാണ്. സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യമല്ല, ഈക്വാലിറ്റിയും അല്ല, ഇറ്റ്സ് എ റിയാലിറ്റി ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് അവരുടെ അടുത്ത് എതിർക്കാനും പറ്റിയില്ല, ഞാൻ എസ് എന്നും പറഞ്ഞില്ല. കാരണം ഞാനകത്ത് രണ്ട് കാര്യം, എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എന്ത് പറയാൻ, അതൊക്കെ നിങ്ങൾ എൻ്റെ പഴയ ബ്ലോഗിൽ പോയി കാണും. ഞാനതൊക്കെ പല പ്രാവശ്യം പറഞ്ഞാണ്. ഇനി സ്ത്രീ ചോദിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ പ്രസക്തിയിലോട്ട് നമുക്ക് ആഴമായിട്ട് ഇപ്പോൾ ഉള്ള ചുറ്റുപാടിൽ ഇറങ്ങാം. ഉണ്ടോ? നിങ്ങൾ പറയൂ പ്രേക്ഷകരെ. നിങ്ങളുടെ മകൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അമ്മുമ്മ, ശരി അമ്മുമ്മ വിടാം കാരണം പ്രായമായെന്ന് വയ്ക്കാം, ഇവർ 3 പേരും സ്വതന്ത്രമായിട്ട് അവരുടെ ഇഷ്ടത്തിന്, അവരൊരു കുഴപ്പക്കാരുമില്ല, സുഖമായിട്ട് അവരുടെ സ്വതന്ത്രമായിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ കേരളത്തിനകത്ത് മാത്രം, ഞാൻ വേറെ ഒരു സ്റ്റേറ്റും പറയണില്ല, കേരളത്തിനകത്ത് മാത്രം അവർക്കൊരു വണ്ടി ഓടിച്ചിട്ട് പുരുഷനുമായിട്ട് ഒരു ബന്ധവും പാടില്ല. അതിനകത്ത് അവർക്കൊരു സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? 1. ഇനി ഇതേ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് അവരവർ വിശ്വസിക്കുന്ന മതത്തിനകത്ത് കയറിയിട്ട് സംസാരിക്കാൻ കഴിയുമോ? 2, 3. ഈ സ്ത്രീകൾ പഠിച്ചു വന്ന, കാരണം അതാണ് ഞാൻ അമ്മുമ്മയെ വിടാൻ പറഞ്ഞത്. അമ്മയെ വയ്ക്കാം, ഭാര്യയെ വയ്ക്കാം, മകളെ വയ്ക്കാം. ഇവരെല്ലാവരും ഈ ഒരു 10-40 വർഷത്തിനകത്ത് പഠിച്ച് മുന്നോട്ട് വന്നവരാണ്. ഇവരാരെങ്കിലും ഈ 40 വർഷത്തിനകത്തുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വല്ലാത്ത മാറ്റമല്ലേ ഉണ്ടാക്കിയെന്ന് പറയണത്. അപ്പോൾ അങ്ങനെ വന്ന ഇവർക്കാർക്കെങ്കിലും അവരവർ പഠിച്ച സ്ഥാപനത്തിൽ പോയിട്ട് തൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും തൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും സംസാരിക്കാൻ സാധിക്കുമോ? അതായത് ഏറ്റവും ഉയർന്ന രീതിയിൽ സ്വതന്ത്രത്തോടെ, എനിക്ക് രാത്രി 12 മണിക്ക് യാത്ര ചെയ്യണമെന്നുണ്ട്, പക്ഷെ സേഫ്റ്റി ഇല്ല. എൻ്റെ അമ്മയ്ക്ക് രാത്രി 12 മണിക്ക് യാത്ര ചെയ്യണമെന്നുണ്ട്, സേഫ്റ്റി ഇല്ല. ഞാൻ ഇപ്പോഴും യാത്രയെക്കുറിച്ചാണ് പറയണത്. അതാണ് കാരണം ഏറ്റവും എളുപ്പം പറയാം. അതാണ് യാത്ര. വെറുതെ നിങ്ങൾ വണ്ടി ഓടിക്കുക, രാത്രി 12 മണിക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു ഉറക്കം പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് വിചാരിച്ചു ഒന്ന് റിലാക്സ് ചെയ്യുക. ഒരു 10 കിലോമീറ്റർ ഈ പെൺകുട്ടിയേക്കൊന്ന്, അല്ലെങ്കിൽ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ മകൾക്ക് വേണ്ട, നല്ല സേഫ്റ്റി ഉണ്ടല്ലോ, ഒന്ന് പ്രകൃതിയെ ഒന്ന് കണ്ട് മടങ്ങി വരാം. അപ്പോൾ ഒന്ന് മനസ്സൊന്ന് തണുക്കും. കാരണം പ്രകൃതി തണുപ്പിക്കുന്നതിനേക്കാളും ഈ ഭൂലോകത്ത്, അതായത് മനുഷ്യർ ഇപ്പോൾ ജീവൻ നിലനിൽക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എന്നെ ഈ പറയുന്ന നമ്മുടെ ഭൂമിയെ വിട്ടിട്ട് യൂണിവേഴ്സിലോട്ട് അങ്ങോട്ട് ഇറങ്ങണില്ല, അങ്ങോട്ട് ഇറങ്ങി ആശയമേ മാറിപ്പോകും. കാരണം എൻ്റെ വ്യൂ വേറെയാണ്. ഈ ഇതിനകത്ത് ഈ പ്രകൃതി, ഈ ഭൂമിക്കകത്ത് 12 മണിക്ക് ഒരു പെൺകുട്ടിക്ക് തോന്നുകയാണ് ഇല്ല, എന്തോ ഒരു മനസ്സിനൊരു വിഷമം, ഒന്ന് സ്യൂട്ടാവണം, ഒരു 10 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ അവളുടെ സുഹൃത്തിനെയും വിളിച്ച് ഒരു ഡ്രൈവിന് ഇറങ്ങിയാണ്. സേഫ്റ്റി ആയിട്ട് ഡ്രൈവ് ചെയ്ത് അവളുടെ എൻജോയ്മെൻറ്റ് കഴിഞ്ഞ് അവൾക്ക് തിരിച്ചു വന്ന് വീട്ടിൽ കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ റൂമിൽ കയറാൻ പറ്റുമോ? ഏതെങ്കിലും വീട് അതിന് അനുവദിക്കുമോ? ചിലപ്പോൾ ഒരു നിങ്ങളുടെ ഒരു മകൻ പോയിട്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ അനുവദിച്ചേക്കാം, അങ്ങനെ ഞാൻ പറയുള്ളൂ. അനുവദിക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തോ പോട്ടെ, അതങ്ങനെ ഇരിക്കട്ടെ, അത് നിങ്ങൾ തീരുമാനിക്കും. സ്ത്രീ അനുവദിക്കൂ. ഉയർന്ന വിദ്യാഭ്യാസം, ഉയർന്ന നിലവാരം, ഉയർന്ന ടോപ്പ്, ഇതാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം ഞാൻ എങ്ങനെ മറുപടി പറയും? കാരണം
അവർ ഞാനോട് സംസാരിച്ചു വന്നപ്പോൾ അവർക്ക് എന്നിൽ തോന്നിയ വിശ്വാസമോ എന്തോ കൊണ്ടായിരിക്കും ആ ചോദ്യം ചോദിച്ചത്. ഞാൻ കൃത്യമായിട്ട് അതിന് ആൻസർ കൊടുത്തു. പറ്റില്ല എന്നാണ് ഞാൻ ആൻസർ കൊടുത്തത്. ഞാൻ അതാണ് പറഞ്ഞത്. അതായത് നിങ്ങളുടെ മകനോ സോറി നിങ്ങളുടെ മകൾക്കോ, അതായത് മകനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലർ 10% ഉള്ളൂ, അതിനപ്പുറം ഒന്നും ഞാൻ ഇവിടെ കേരളത്തിൽ കാണില്ല. ഇനി പിന്നെയാണ് മകൾക്ക് പറ്റില്ല. ഭാര്യയുടെ അമ്മ, അല്ല ഭാര്യയുടെ അമ്മ എന്നല്ല, അമ്മമാര് എഗെയിൻസ്റ്റ് ഒരുപാട്. അതായത് ഭാര്യയുടെ അമ്മ, ഭർത്താവിൻ്റെ അമ്മ, അല്ലാത്ത അമ്മമാർ, വിവാഹം കഴിച്ചവർ, വിധവയാവർ, ഇങ്ങനെ ആർക്കെങ്കിലും ഒരു 50 വയസ്സിന് താഴെ. ഇനി 50 വയസ്സ് കഴിഞ്ഞാൽ തന്നെ പൊറുക്കും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണെന്നാണ് ഇപ്പോഴും എൻ്റെ അനുഭവം, ഞാൻ കണ്ട കാഴ്ചപ്പാടിലൂടെ തെളിയുന്നത്. ആ ചോദ്യം ജെന്യൂനാണ് പ്രിയ സുഹൃത്തുക്കളെ. ആ ചോദ്യത്തിൻ്റെ മുൻപേ അല്ല ഞാനല്ല ഇതായത്. കേരളത്തിൽ ഇത് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയണില്ല. നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ നന്നായിട്ട് മാറേണ്ടിയിരിക്കണം. എങ്ങനെ മാറണമെന്ന് ഞാൻ എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടികളെ ആയാലും പയ്യന്മാരെ ആയാലും, അതായത് നമ്മുടെ സ്റ്റുഡൻസ് എന്നാണ് ഇനി പറയാം, നമുക്ക് ഏറ്റവും എളുപ്പം പറയണതാണ് കുട്ടികൾ എന്നാണ് സ്റ്റുഡൻസ്. ഇവരെ എല്ലാം തന്നെ യാഥാർത്ഥ്യബോധം മനസ്സിലാക്കി പഠിപ്പിച്ച് സ്കൂളിൽ നിന്ന് ഇറക്കുക. അതേ ഉള്ളു വഴി. അവരുടെ കഴിവുകളെ പ്രൊമോട്ട് ചെയ്ത് അവരെ വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യണതിന് നമ്മൾ അതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പല കാര്യത്തിലും ഇവർ മറ്റു മുന്നോട്ട് പോകണത്, വിദ്യാഭ്യാസം. അതുകൊണ്ടല്ലോ നമ്മളെ ഈ കയറി അടിക്കാൻ ആർക്കും പറ്റാത്തത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരവരുടെ ഒരു അനുഭവിക്കുന്ന ഒരു സുഖവും സ്വാതന്ത്ര്യവും ഉണ്ട്. അത് അവരവനെ അനുഭവിക്കുന്നവനെ അറിയാവും. അത് അനുഭവിക്കാതെ വീട്ടിൽ ഇരിക്കുന്നവർക്കാണ് അതിൻ്റെ സങ്കടവും അറിയാവും. നമ്മൾ എന്നാണോ ഒരു വ്യക്തി, ഞാൻ അതാണ് ഒരു വ്യക്തി, അത് ആണാകട്ടെ പെണ്ണാവട്ടെ ആരോട്ടെ, അപ്പൂപ്പനാവട്ടെ, അപ്പൂപ്പൻ്റെ അച്ഛനാവട്ടെ, മകനാവട്ടെ, മകളാവട്ടെ, ആരും ആകട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു 24 മണിക്കൂറാണ് ഒരു ദിവസം ഇപ്പോൾ നിലവിലുള്ളത്. കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. 24 മണിക്കൂർ എന്ന് പറയുന്ന ഈ ടൈമിൽ അതിനകത്ത് ലിംഗഭേദമില്ലാതെ ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്കൊന്ന് മൈൻഡ് ഔട്ടായി ഒന്ന് ചില്ല് ചെയ്യാം, ഒന്ന് പുറത്തിറങ്ങിയിട്ടൊരു 10 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വരാം. ഇന്ന് തോന്നി അങ്ങനെ ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒരു 5000 കിലോമീറ്റർ യാത്ര തുടങ്ങിയാണ്. ഒരു പെൺകുട്ടി വിചാരിക്കുകയാണ് യാത്ര ചെയ്യാം ഉള്ള സേഫ്റ്റി. ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ 900 കിലോമീറ്ററിന് താഴെയുള്ളൊരു സംസ്ഥാനമാണ്. ഈ 900 കിലോമീറ്ററിലെങ്കിലും സ്ഥായിയായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ അവർക്ക് രാത്രിയും പകലും യാത്ര ചെയ്യാനും മറ്റുമൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം എന്നല്ല, സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴേ എന്നെ ആരോ കൊടുക്കും പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുമല്ല, പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇതുമില്ലാതെ എനിക്ക് യാത്ര ചെയ്യാമെങ്കിൽ ഏത് പെൺകുട്ടിക്കും യാത്ര ചെയ്യാം. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഏത് പെൺകുട്ടിക്കും യാത്ര ചെയ്ത് സുഖമായിട്ട് അവർക്ക് സേഫ്റ്റിയോടെ, അത് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അവർ ആക്രമിക്കപ്പെടരുത് ഒരു വിധത്തിൽ. അങ്ങനെ യാത്രയുടെ ഒരു സ്ത്രീയെ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ നിമിഷങ്ങൾ കൊണ്ട് കാര്യം മാറണം. കാരണം അത്രയായിരിക്കണം നമ്മുടെ പ്രൊട്ടക്ഷൻ ലെവല്, അത്രയായിരിക്കണം ബോധം. പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് പറഞ്ഞത്? അറിവ് കൊണ്ട് പറഞ്ഞതല്ല, തിരിച്ചറിവ് കൊണ്ടും വരൂല. അറിവ് തിരിച്ചറിവ് ആകുകയും തിരിച്ചറിവ് ചിന്തയാകുകയും എനിക്കൊപ്പം വേറൊരാളും തുല്യതയാണ്. ആശയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ഫൈറ്റ് ഉണ്ടാവണം. ആ ഫൈറ്റാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും നാട്ടിൻ്റെയും വീട്ടിൻ്റെയും എല്ലാത്തിൻ്റെയും വികസനം, ഗ്രോത്ത് ഉണ്ടാവണത്, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവണത്. അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കൊപ്പം എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാൾ, അത് ആരോ ആകട്ടെ, ഏത് പ്രായക്കാരും ആവട്ടെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, എൻ്റെ വാക്കിനൊപ്പം അവർക്കും വിലയുണ്ടെന്ന് മനസ്സിലാക്കി പെരുമാറുകയും അവരുടെ ജേർണിയും എൻ്റെ ജേർണിയും ഒക്കെ ഒരേപോലെ തന്നെ മനസ്സിലാക്കുകയും ചെയ്താൽ ഈ കാര്യത്തിന് ഒരു തീരുമാനവും. ആ തീരുമാനം കേരളത്തിലുണ്ടോ എന്നാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചത്. ഉണ്ടോ പ്രിയ സുഹൃത്തുക്കളെ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഞാനില്ല എന്നാണ് അവരുടെ അടുത്ത് അഭിപ്രായം പറഞ്ഞത്. ഉണ്ടെങ്കിൽ നിങ്ങൾ, എനിക്കില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. അവർ ചോദിച്ച അവരെ സംസ്ഥാനവും കാര്യങ്ങളും പറഞ്ഞ വേറെ കാര്യം. പക്ഷെ അവർ ചോദിച്ചതാണ്. ഇത്രയും മുന്നിലെത്തിയിട്ടും സ്ഥിതി ഇതാണ്. ആ ചോദ്യം നമ്മളെല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ട കാലമായിരിക്കുന്നു. നമുക്കും ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ ഒന്ന് മാറാൻ സമയമായി. ഒന്ന് മാറി ചിന്തിക്കൂ,
ഒന്ന് മാറി എടുക്കൂ. ഞാൻ എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഞാൻ പറയണത് ഇതെല്ലാം നമുക്ക് ഒരിക്കലും സഡൻലി ഒന്നും മാറ്റാൻ പറ്റണില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വീട്ടിനകത്തുള്ള മത, ജാതി, വർണ്ണ ചിന്താഗതികൾ മാറ്റി ഓപ്പൺ സ്പേസ് കൊണ്ടുവന്നിട്ട്, ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എനിക്കിപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ കയറി ഇടപെടാനും താങ്കളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഞാൻ ഇടപെടാതിരിക്കും, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയറി താങ്കൾ ഇടപെടാതിരിക്കും, ഒരു പ്രശ്നമില്ല. ആശയങ്ങൾ വ്യത്യാസം ഉണ്ടാവും, അത് നമുക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാം. പിന്നെ അത് ആശയങ്ങൾ വ്യത്യസ്തത വരുമ്പോഴല്ലേ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ആ കണ്ടുപിടിച്ചുകൊണ്ടല്ലേ നമ്മളെല്ലാം ഇത്ര ഈസി ആയിട്ടിരുന്ന് എല്ലാം സംസാരിക്കുകയും ഈ നൈസായിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി അങ്ങ് പോവുകയും പിന്നെ അല്ലാതെ അങ്ങ് ചൊവ്വയിൽ പോവുകയും അടുത്തടുത്ത് പോവുകയും ചെയ്യണത്. അപ്പൊ അത്രയും വ്യൂ നമ്മളെ മാറും. ആ വ്യൂ മാറേണ്ട ഒരു സ്റ്റേജ് നമ്മൾ കുട്ടികളിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കലല്ല, അവർ സ്വതന്ത്രത്തോടെ ജീവിച്ച് സ്വതന്ത്രത്തോടെ യാത്ര ചെയ്ത്. കാരണം അത്രയും നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയി വന്നാൽ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച വളരെയേറെ ബ്രില്യൻ്റായ ആയിരക്കണക്കിന് നൊബേൽ ജേതാക്കളെ, ഞാൻ ഈ നൊബേൽ പറയണമെന്ന് പറഞ്ഞാൽ നൊബേൽ എല്ലാവർക്കും അറിയാന്നുണ്ട്, നൊബേൽ ജേതാക്കൾ ആയിരക്കണക്കിന് ജേതാക്കളെ ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും. ഈ ചോദ്യമാണ് അവരെൻ്റെ അടുത്ത് എറിഞ്ഞത്. കാരണം ഞാനും അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നപ്പോൾ അവർക്ക് തോന്നിയതുകൊണ്ടായിരിക്കും അറിഞ്ഞത്. അപ്പൊ എൻ്റെ അവരെ വീവോ ആയിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എനിക്ക് അത്രയും ഒരു ചിന്ത പോലും വന്നിട്ടില്ല കേട്ടോ. കാരണം അപ്പോൾ അവരൊക്കെ നമ്മൾ ഈ കേരള സംസ്ഥാനത്തെ എത്ര രീതിയിൽ മറ്റുള്ളവർ വാച്ച് ചെയ്യണം നിങ്ങൾ നോക്കിയേ. നമ്മൾ കുറേ പേര് വാച്ച് ചെയ്യണമെന്ന് പറയണ, പുറത്തിരുന്ന് വാച്ച് ചെയ്യണം. നമ്മളെ വീട്ടിന്റെ അയൽവാസി അടുത്ത വീട്ടിൽ ആര് വരണം എന്ന് നോക്കണ വാച്ച് ചെയ്യണമല്ല, ഞാൻ അതല്ല പറഞ്ഞത്. നമ്മളെ കേരളത്തെ പുറത്തിരുന്ന് എത്ര പേര് വാച്ച് ചെയ്യണം നോക്കി. അവരൊരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ യുവതലമുറ, എന്നെയല്ല, ഞാൻ കാലം ചെയ്തു കഴിഞ്ഞു, എൻ്റെ ജനറേഷനെ അല്ല, പുതിയ യുവതലമുറയെ ഒരു വല്ലാതെ വ്യഗ്രതയോടെ, കാരണം അവരാഗ്രഹിച്ച് അവരെ മക്കൾക്ക് കൊടുക്കാൻ പലതും കേരളത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ എൻ്റെ അടുത്ത് ചർച്ചയല്ല, ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചോ പറഞ്ഞത്. അത് എന്നെ നന്നായിട്ട് ഫീൽ ചെയ്ത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം പലതും ചെയ്യാൻ എന്തെങ്കിലും വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് അവർ കേരളത്തെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ അടുത്ത് എന്നെ ഏറ്റവും ഹാർഷ് ചെയ്തിട്ട് വളരെ പവർഫുള്ളായിട്ട് ഈ ചോദ്യം പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പറയണു, എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറയണു, ആ ചോദ്യം ഞാൻ ശിരസാവഹിച്ചു, ഞാൻ തല താഴ്ത്തി. പക്ഷെ തല ഉയർത്തേണ്ടതുണ്ട് കേരള സമൂഹമേ. കേരള സമൂഹം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ല, ഇനി നിങ്ങളാണ്. നിങ്ങളൊക്കെ തല ഉയർത്തേണ്ടത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തല ഉയർത്താം. നിങ്ങളുടെ ഇത്രയും എവിടെ കിടന്ന മനുഷ്യർ ഇത്രയും സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ പറ്റിയില്ലേ? ഒരു ലോകം കെട്ടിപ്പടുക്കുക. ഇനി ഒരു 10, 20, 30 വർഷത്തിനകത്ത് ഈ പറഞ്ഞ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വിചാരിച്ചാൽ, ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. എനിക്കിത് പറയാൻ ഇനി പറ്റൂ. എൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, ആരോഗ്യം വീണിരിക്കുന്നു, സംസാരം മാത്രമേ ഇനി പറ്റൂ, മറ്റു പലതും വീണിരിക്കുന്നു. അപ്പോൾ എനിക്കിറങ്ങി ഇനി കൺവേസ് ചെയ്യണതിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പുതിയ ജനറേഷൻ കുട്ടികളെ, സ്കൂളിലെ പുതിയ ജനറേഷനെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, മാനേജ്മെൻറ്റുകളെ, കോളേജ് അധ്യാപകരെ, വളരെ ടോപ്പിലോട്ട് നിൽക്കണ വ്യത്യസ്തമായിട്ട് ചിന്തിക്കപ്പെടുന്ന ആൾക്കാരെ. കാരണം ഞാൻ ഇപ്പോഴും കണ്ടതെന്ന് പറഞ്ഞാൽ പല വീടുകളിലും കുട്ടികളുടെ വിവാഹമൊക്കെ ഇപ്പോഴും തീരുമാനിക്കുന്നത് രക്ഷകർത്താക്കളാണ്. നല്ല വിദ്യാഭ്യാസമുള്ള, എനിക്ക് ഒരുപാട് പേര് അറിയാം, നല്ല വിദ്യാഭ്യാസമുള്ള എന്ന് പറയുന്നേക്കാളും ഞാനിവിടെ പല ടീച്ചേഴ്സ്മാരെ എനിക്കറിയാം. അവരുടെ വീട്ടിനകത്ത് ടീച്ചർമാരെന്ന് പറയുന്നത് നോക്കി എത്ര ജനറേഷൻ സൃഷ്ടിക്കുന്നത്. അവരുടെ വീട്ടിനകത്ത് പോലും അവരുടെ മക്കളുടെ വിവാഹകാര്യം ഡിസിഷൻ എടുക്കുന്നത് ഇവരായി മാറിക്കൊണ്ടിരിക്കും. ഇവർ തന്നെയാണ് ഇപ്പോഴും. അവരുദ്ദേശിക്കുന്ന രീതിയിലല്ലെങ്കിൽ അവരിടയും. ഞാനീ പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾ സ്വതന്ത്രത്തോടെ എല്ലാം അവർക്ക് കൊടുക്കേണ്ട ടൈമായിരിക്കുന്നു. ആ ടൈം വന്നിരിക്കുന്നു. ആ ടൈമിന് വേണ്ടി ഇപ്പോഴും ഇവിടെ ഇല്ല, ഇപ്പോഴും ഇവിടെ പ്രശ്നമാണ്. നിങ്ങളുടെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പറയണില്ല, അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കൂ. ഇത്രയും എത്താൻ പറ്റുമെങ്കിൽ അതും എത്തും. അങ്ങനെയാണെങ്കിൽ
അത്യാവശ്യം മോശമില്ല. ഈ ചോദ്യങ്ങളുടെ പ്രസക്തി, ആ അവർ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ പ്രസക്തി സ്ഥായിയായിട്ടൊരു വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ വലിയ മാറ്റങ്ങൾ കാരണം ഞാനൊക്കെ എൻ്റെ ജീവിതം തന്നെ മാറ്റി വെച്ചിട്ടാണ് മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചത്. ഇനി എന്നെ കൊണ്ടൊന്നും ആകില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ചോദ്യം അറിയണം. കാരണം നമ്മൾ അത്രയും പലരുമായിട്ടും പ്രതീക്ഷിക്കാതെ സംസാരിക്കുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലാണ്. കാരണം ഇത്രയും നമുക്ക് മാറ്റാൻ പറ്റും. കേരളത്തിലെ പഴയ ഒരു ഹിസ്റ്ററി ഞാൻ പറയണില്ല, അതൊന്നും നമുക്ക് കയ്യിലെടുത്താൽ കൊള്ളാത്ത ഹിസ്റ്ററികളാണ്, വളരെ മോശം ഹിസ്റ്ററിയാണ്. ഈ സ്ത്രീ വിഷയത്തിൽ എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ തൽക്കാലം ഞാൻ കേരളത്തിൽ നിൽക്കാം. തെക്കൻ തിരുവിതാംകൂറും വടക്കൻ തിരുവിതാംകൂറും ഒന്ന് മാത്രം പരിവെച്ചിരിക്കണം. അവിടെ 2 രാജ്യങ്ങളായിരുന്നല്ലോ. എനിക്ക് അതിനകത്തൊരു എന്ത് പറയണത്, ഒരു പോസിറ്റീവ് അഭിപ്രായം ഒരിടത്തും പറയാനില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നാറയുള്ളൂ, ഞാൻ നാണക്കേടയുള്ളൂ. കാരണം അത്രയും ചരിത്രം അങ്ങനെയാണ് നിൽക്കുന്നത്. ചരിത്രം എനിക്കെല്ലാ ചരിത്രം അറിയെങ്കിൽ അത്യാവശ്യം ഞാൻ മനസ്സിലാക്കിയ ചരിത്രത്തിലൊന്നും ഒരു ക്രെഡിറ്റബിലിറ്റി ഇല്ല. അവിടെ നിന്ന് ഇത്രയും മാറാമെങ്കിൽ ഇനി നിങ്ങൾക്ക് മാറാം. പക്ഷേ അത്തരം നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ അത്തരം സപ്പോർട്ടുമായിട്ട് ഞങ്ങളെപ്പോലുള്ളവർ ഇപ്പം ഇനി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ ഉണ്ട്. പക്ഷേ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ലോകം മാറ്റങ്ങളെല്ലാം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ ഞാൻ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദ്യം അറിയുന്നു. രാത്രി 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്ക് പോട്ടോ 11 മണി വരെ ഓക്കെ, 11 ടു വെളുപ്പിന് 5 മണി വരെ നിങ്ങളുടെ മകൾക്ക്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ ചേച്ചിക്ക്, നിങ്ങളുടെ നാത്തൂന്മാർക്ക്, നിങ്ങളുടെ സഹോദരിമാർക്ക് സുഗമമായിട്ട് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ യാത്ര ചെയ്ത് ഞാൻ എപ്പോഴും യാത്രയെ പറയുള്ളൂ, അല്ലെ വീട്ടിനകത്തുള്ള ഈ ബന്ധങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയില്ല. കാരണം അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ചെയ്യാനും പറ്റുമ്പോഴോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു ചേർച്ചയുടെ ഭാഗം മാത്രമാണ്. പക്ഷെ മറ്റെല്ലാം നിങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാം കിടക്കണം. എല്ലാവർക്കും ഈക്വലേഷൻ ഉള്ളതാണ് യാത്രകൾ. യാത്ര ചെയ്യാൻ പറ്റുമോ? ഞാൻ കണ്ണടയുന്നതിന് മുമ്പേ ആ യാത്രകൾ ഉണ്ടാകട്ടെ. അത് ഉണ്ടാകാൻ നിങ്ങൾ അടുത്ത തലമുറയെ പ്രയത്നിക്കൂ. അതിന് നിങ്ങളുടെ മുമ്പ് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നത് ഞാനൊരു സ്ത്രീയല്ല. എൻ്റെ ശരീരവും എൻ്റെ ഇതുമെല്ലാം പുരുഷൻ്റെതാണ്. എനിക്ക് ഭാര്യയുണ്ട്, കുട്ടിയുമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ചോദ്യം പറഞ്ഞവർക്ക് ആ ചോദ്യത്തിന് ഞാൻ നന്ദിയും പറഞ്ഞുകൊണ്ട് പ്രിയ പ്രേക്ഷകർക്ക് ഞാൻ ഇത് ഷെയറും ചെയ്തുകൊണ്ട് ആലോചിക്കൂ. അടുത്ത 10 or 20 വർഷത്തിനകത്ത് കേരളം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയുള്ള സ്ഥലമായിട്ട് മാറണം. ഏത് കാര്യത്തിൽ? ഏതിൻ്റെയും കാര്യത്തിൽ. ഈ വിഷയത്തിൽ മാത്രമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടവും പോയി ലോകം കണ്ടിട്ട് വന്നിട്ടുള്ള NRIs കൂടുതലുള്ള നാടാണ്. അവിടെ പോയാലും വൃത്തികെട്ട ചവറ് വാരി എറിയണ സ്ഥലമാണത്. ഏറ്റവും കൂടുതൽ NRIs സ്റ്റേറ്റ് ബൈ നോക്കിയാൽ ഏറ്റവും കൂടുതൽ NRIs ഉള്ളത് ഇവിടെയും ഗുജറാത്തും ഒക്കെയാണ്. എന്നിട്ട് നമ്മൾ ആ സംസ്ഥാനത്തെ കൂടെ യാത്ര ചെയ്ത് നോക്ക്. ഈ NRIsകാർക്കും ഒരു റെസ്പോൺസും ഇല്ലാതെയാണ് അവരെ മക്കളും എല്ലാം പെരുമാറണ കണ്ടിട്ടുള്ളത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. വേസ്റ്റ്. അപ്പോൾ അത്ര അങ്ങോട്ട് ഞാൻ ഇറങ്ങണില്ല. അതൊക്കെ വേറെ സബ്ജക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് വനിതയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ആ ഒരു മാറ്റം 10, 20, 25 വർഷത്തിന് ശേഷം ആകാം. 10, 25 എന്നോട്ടെ, 10 to 15 വർഷത്തിനകത്ത് പ്രിയ എൻ്റെ പുതിയ തലമുറയിലെ വുമൻസ് നിങ്ങൾക്കാകും, മെൻസ് നിങ്ങൾക്കും ആകും. അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ, മെൻസിനെ യാത്ര ചെയ്യാമെങ്കിൽ വുമൻസിന് യാത്ര ചെയ്യാം. ഇനി വുമൻസിനെ യാത്ര ചെയ്യാം, മെൻസിനെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയും വരാം. സ്വാതന്ത്ര്യം എല്ലാവർക്കുമാണ്. പ്രകൃതി എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ വരുന്ന കോശങ്ങളുടെ ഏകീകരണവും അതുമായിട്ട് ബന്ധപ്പെട്ടും മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന കൊടുക്കൽ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സ്കില്ലിന് വ്യത്യാസം വരുള്ളൂ. മറ്റൊന്നിലും ഒരു വ്യത്യാസവും ഒരു വ്യത്യാസവും പ്രകൃതിയിലില്ല. ആ നമ്മുടെ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടല്ല ഒന്നിനും ഒരാളെയും വ്യത്യസ്തമായിട്ട് കാണേണ്ടത്. അത് കാരണം ഒരാറ്റത്തിന് എല്ലാ ആറ്റങ്ങളും ഒരുപോലെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ആറ്റങ്ങൾ ഡിഫറൻ്റായിട്ട് ചേരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പ്രകൃതിയിൽ ഡിഫറെൻ്റ് ക്ലൈമറ്റ് പോലും ഉണ്ടാവുന്നത്.
കാരണം ഞാൻ യാത്ര ചെയ്തിട്ട് ഇപ്പൊ ഈ ബ്ലോഗ് ചെയ്യുമ്പോൾ ഞാൻ യാത്ര ചെയ്തിട്ട് ഒരു 5-6 മണിക്കൂറിന് മുമ്പേ ഞാൻ ഡൽഹിയിൽ നിൽക്കുമ്പോഴത്തേക്കും ക്ലൈമറ്റ് അവിടെ വളരെ പ്രസന്റ് ആണ്. തിരിച്ച് കേരളത്തിൽ ഞാൻ വന്നിറങ്ങി ട്രിവാൻഡ്രത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ അന്യായ മഴ. തിരിച്ച് ആ മഴയത്താണ് ഞാൻ എല്ലാം കോട്ടൊക്കെ ഇട്ടിട്ട് 10-40 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നോക്കിയ 2-3 ദിവസത്തെ കഠിനമായ യാത്ര കഴിഞ്ഞിട്ടും ഞാൻ ഇവിടെ വന്നിരുന്ന് ബ്ലോഗ് ചെയ്യണത്. വിഷയം എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ നോക്കിയോ, ഒരു ആറ്റത്തിന് പോലും അതേ സൃഷ്ടിയിൽ പോകാൻ പറ്റില്ല. അത് ഡിഫറെന്റ് ആയിരിക്കണം. ഡിഫറെന്റ് ആയിരുന്നാൽ മാത്രമേ വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിക്കുള്ളൂ. മാറ്റങ്ങൾ, ക്ലൈമറ്റും എല്ലാം മാറി വരുള്ളൂ. പ്രകൃതി തന്നെ മാറുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റില്ല് എല്ലാം ഒരുപോലെ. നിങ്ങൾ ആലോചിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും രസമുണ്ടാ? എന്തെങ്കിലും രസമുണ്ടാ? എല്ലാവരും ഒരുപോലെ ഒരു രസമില്ല. വ്യത്യസ്തമാകുകയും അത് ആശയപരമായിട്ട് ഒരിടത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തോടെയും പോകുമ്പോഴാണ് അത് രസമാണത്. എനിക്കും ആസ്വദിക്കാൻ പറ്റും, നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റും, ലോകത്തിനും ആസ്വദിക്കാൻ പറ്റും. എല്ലാം രസകരമാണ്. പ്രകൃതി അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രകൃതി അങ്ങനെയാണ് എല്ലാ സൃഷ്ടിയോടെടുത്തിരിക്കുന്നത്. അല്ല ദൈവങ്ങളല്ല ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പ്രകൃതി ലെവലിലാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പ്രകൃതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ഭൂമിയെ കുറിച്ചല്ല. അത്രയും രസകരമാണ്. ആ രസകരമായ കാര്യങ്ങളുടെ ഇടയിൽ എല്ലാം വ്യത്യസ്തമാണെന്നാണ് പറയണത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ആൻസർ ഇല്ല. എനിക്കൊരിക്കലും ഇതിന് ആൻസർ പറയാൻ പറ്റൂല. ഞാൻ അവരുടെ അടുത്തും ആൻസർ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറയാവുന്നത് ഞാൻ സംസാരിച്ചിട്ടുള്ളേ ഉള്ളൂ. പക്ഷെ ഒരു നാൾ ഇതുപോലെയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ, ഒരു വ്യത്യാസമില്ല. ഒരുപോലെ എന്ന് പറഞ്ഞാലേ, രാത്രി 12 മണിക്ക് ഒരു സ്ത്രീക്ക് വണ്ടി ഓടിച്ച് സുഖമായിട്ട് അവർക്കൊരു റിലാക്സേഷൻ കിട്ടണമെങ്കിൽ പുരുഷന് പോവാമെങ്കിൽ സ്ത്രീക്കും പോകാമെന്നല്ല, പുരുഷനും പോകണം, സ്ത്രീയും പോകണം. കാരണം രാത്രി 12 മണി, ഉച്ചയ്ക്ക് 12 മണി ഒരുപോലെ തന്നെയാണ്. 12 മണി തന്നെയാണ്. 12 മണി നമ്മൾ ഉണ്ടാക്കിയതാണ്. രണ്ടിന്റെ എല്ലാം ഒന്ന് തന്നെയാണ്. അത് പകൽ, ഇത് രാത്രി. അത് സണ്ണ് മാറി നിൽക്കുന്നു, മറ്റു കാര്യങ്ങൾ നൈറ്റ് കയറി വന്നു. സണ്ണ് പോകുമ്പോഴത്തേക്ക് ഇരുട്ട് അതിന്റെ സ്ഥലത്ത് നിൽക്കും. തിരിച്ച് സണ്ണ് വരുമ്പോൾ ഇരുട്ടിനെ ബ്ലോക്ക് ചെയ്ത് കളയും. ഇത്രയല്ലാതെ ഇതിനകത്ത് എന്താണ് വ്യത്യാസമുള്ളത്? ആ വ്യത്യാസം അംഗീകരിച്ചുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയണം, 10, 15, 20 വർഷത്തിനിടയിൽ പുതിയ ജനറേഷനെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഇത്രയും മാറ്റം വന്നുവെങ്കിൽ, വെറും പ്രാകൃത ചിന്തയോടെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന് ഇത്രയും മാറ്റം വരാൻ പറ്റുമെങ്കിൽ ഇനി നിങ്ങൾക്കും ഉണ്ടാകാൻ പറ്റും. ഞാൻ കാലം ചെയ്തു പോയാലും എൻ്റെ സെല്ലുകൾ ഇവിടെ ബാക്കിയുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ആ സെല്ലുകൾ ക്രോഡീകരിച്ച് എന്തെങ്കിലും ഒരു സയൻസ് ഡെവലപ്പായി തിരിച്ച് ഒരു സൃഷ്ടി വന്നാൽ ഞാൻ കാണുന്ന കാഴ്ചകളെല്ലാം ഇത്രയും നല്ല കാഴ്ചകളായിരിക്കണം. ആ നല്ല കാഴ്ചകൾ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിലും അടുത്ത തലമുറയും അതിൻ്റെ അടുത്ത 2-3 തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ ചോദ്യം ചോദിച്ച എൻ്റെ സുഹൃത്തെന്ന് പറയല്ല, ഞാൻ വഴി വെച്ച് കണ്ടുമുട്ടിയതാണ്. ആരുന്നേ എനിക്ക് പിടിയില്ല, സംസാരിച്ചു പിരിഞ്ഞു. മറ്റു കാര്യങ്ങളൊന്നുമല്ല. അവരെ സ്റ്റേറ്റ് അറിയാം, പേരറിയാം, അതിവിടെ പറയാനും പറ്റില്ല. അവർക്കും എൻ്റെ ഒരു നല്ല ഓർമ്മ പുതുക്കൽ, യാത്രയുടെ ഓർമ്മ പുതുക്കൽ ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്, നൊബക് സോളോ. ഒപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, എൻ്റെ ആശയങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും ഇങ്ങനെയാണ്. ഇത് കേൾക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് അടിക്കുക, ഫോളോ അപ്പ് ചെയ്യുക. ഇത് ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂ. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആളാണ്. ഞാനൊരു മതത്തിൻ്റെയോ മതപരമായ കാര്യങ്ങളിലോ സൃഷ്ടിയുടെയൊന്നും ആളല്ല. പ്രകൃതി അതാണെല്ലാം, അതിനുള്ളിലുള്ള ആൾക്കാരാണ് നമ്മളെല്ലാം. ആ ചിന്തയുള്ള അതുമായിട്ട് ഇഴകി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ തോന്നണമെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലമായിട്ട് ഒഴുകി ചേരൂ. പക്ഷെ ഞാനൊരു 10, 25, 30 വർഷത്തിനകത്തെന്നല്ല വേണം, അടുത്ത 10, 15 വർഷത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ആ ചോദ്യങ്ങൾ പ്രസക്തിയുള്ളതാണ്. ആ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി വിട്ടു നിന്നിട്ട് സൈനിങ് ഓഫ്, നൊബക് സോളോ.